എല്ലാവർക്കും നമസ്കാരം. എൻ്റെ അവസാന വീഡിയോയിൽ ഒരു എമർജൻസി ഡിസ്ക് സർജറി നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ അധികം കാലതാമസമില്ലാതെ ഇതിനാവശ്യമായ ഫെസിലിറ്റിയുള്ള ഹോസ്പിറ്റലും വിദഗ്ധ ഡോക്ടറെയും കണ്ടെത്തണമെന്ന് പറഞ്ഞിരുന്നു. ഇനി ഇതിനോടനുബന്ധിച്ച് ഒരു കൃത്യമായ ധാരണ നൽകുന്നതിനാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നിങ്ങളുടെ സിറ്റിയിൽ ഒരു മികച്ച ഡോക്ടറെ കണ്ടെത്താൻ നിങ്ങൾ അന്വേഷണം ആരംഭിക്കും, അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യും. എന്തെന്നാൽ ഹോസ്പിറ്റലുകൾ തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ്. മെഡിക്കൽ ടെക്നോളജി ദിനംപ്രതി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിടയിൽ ദശലക്ഷക്കണക്കിന് ഹോസ്പിറ്റലുകൾ ഉണ്ട്. പക്ഷേ ഈ ഹോസ്പിറ്റലിലെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഫെസിലിറ്റി ഉണ്ടാകണമെന്നില്ല. ഇതിനോടനുബന്ധിച്ചുള്ള പ്രധാന ഹോസ്പിറ്റലിൽ മാത്രമേ ഈ ഫെസിലിറ്റി ലഭ്യമാകുന്നുള്ളൂ. ഉയർന്ന യോഗ്യതയുള്ള സർജനെയോ ആരുടെയെങ്കിലും ശുപാർശയുള്ള ഒരു ഡോക്ടറെയോ നിങ്ങൾ കണ്ടെത്താം. പക്ഷേ റിയാലിറ്റി എന്തെന്നാൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ശരിയായ ഫെസിലിറ്റി ഇല്ലാതെ ഒരു സർജന് നിങ്ങൾക്ക് മികച്ച ഫലം നൽകാൻ കഴിയുകയില്ല. ഹോസ്പിറ്റലിൽ ഒരു ക്രോസ് ചെക്കിംഗ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ വിദഗ്ധനായ സർജന്റെ പേര് മാത്രം ഉപയോഗിച്ചാൽ പിന്നീട് തെറ്റ് സമ്മതിക്കേണ്ടതായി വരും. ഒരു ഡിസ്ക് ഓപ്പറേഷൻ വിജയകരമാകണമെങ്കിൽ അതിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട 6 ഘടകങ്ങളുണ്ട്. ഇതിൽ ഒന്നാമതായി ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ ടേബിൾ അത്യാവശ്യമാണ്. ഒരു സ്റ്റാൻഡേർഡ് ടേബിളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഡിസ്ക് ഓപ്പറേഷൻ ആവശ്യമായ ടേബിൾ. കാർബൺ കൊണ്ട് നിർമ്മിച്ചതും പൂർണ്ണമായ റേഡിയോ ലൂസൻ്റ് ആയതുമായ ശരിയായ നട്ടെല്ല് ടേബിൾ ആണിത്. അതായത് എക്സ്റേ വളരെ വ്യക്തമാക്കുന്ന ഈ ടേബിൾ 50% സങ്കീർണതകൾ കുറയ്ക്കും. പക്ഷേ ഇത് ചിലവുള്ളതും ഏകദേശം 1.5 ദശലക്ഷം സൗദി റിയാൽ ചിലവാകുന്നതുമാണ്. അടുത്ത ഘട്ടത്തിൽ എക്സ്റേ ഉപയോഗിച്ച് ശരിയായ ഡിസ്ക് ലെവൽ തിരിച്ചറിയുകയും അടയാളപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. തെറ്റായ ഡിസ്ക് സർജറി നടത്തുന്നത് അസാധാരണമല്ല. മൂന്നാമതായി സുഷുമ്നാ നാഡി. സുഷുമ്നാ നാഡി അസ്ഥിക്കുള്ളിലാണ്. സുഷുമ്നാ നാഡിയും ഞരമ്പുകളും തുറന്നു കാട്ടാൻ അസ്ഥികൾ മുറിക്കേണ്ടതുണ്ട്. ഈ ജോലികൾ ചെയ്യാൻ അതിവേഗ പവർ ഉപകരണങ്ങൾ ആവശ്യമാണ്. അതിനും ചെലവേറിയ കാര്യം തന്നെയാണ്. ഞരമ്പുകൾ വളരെ ചെറുതാണ്. നമ്മുടെ കണ്ണുകൾ കാണാൻ പ്രയാസമാണ്. 10 മടങ്ങ് മാഗ്നിഫിക്കേഷൻ നൽകുന്ന ഒരു ഓപ്പറേഷൻ മൈക്രോസ്കോപ്പ് വളരെ അത്യാവശ്യമാണ്. ഈ മൈക്രോസ്കോപ്പിനും ഒരു 1/4 ദശലക്ഷം സൗദി റിയാൽ ചിലവാകുന്നതാണ്. എല്ലാ ഡിസ്ക് സർജറിയും പ്രത്യേകിച്ച് സ്ക്രൂ ഉപയോഗിച്ച് ഫിക്സേഷൻ എക്സ്റേ നിയന്ത്രണത്തിലാണ് ചെയ്യുന്നത്. ഹൈ റെസൊല്യൂഷൻ എക്സ്റേ മെഷീനുകൾ നിർബന്ധമാണ്. ഇത് വളരെ പഴയ 2 പ്ലെയിൻ എക്സ്റേ മെഷീനുകളാണ്. ഓപ്പറേഷൻ ഇടയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ചിത്രങ്ങൾ ആണ് വളരെ ഇടുങ്ങിയ അസ്ഥിപാലത്തിൽ സ്ക്രൂ ചേർക്കുന്നത്. സുഷുമ്നാ നാഡിയിലെ ഞരമ്പുകളിലെ തട്ടുകയും ഇത് ഒരു 15% അപകട സാധ്യതയ്ക്ക് കാരണമാകുന്നതാണ്. നെക്സ്റ്റ് ജനറേഷൻ കൃത്യമായി CT സ്കാൻ പോലുള്ള 3D ചിത്രങ്ങൾ EOM സ്ക്രൂ കൃത്യമായി സ്ഥാപിക്കാൻ കഴിയും. 15% അപകട സാധ്യതയിൽ നിന്ന് 1.5% കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനും ചിലവേറിയ കാര്യം തന്നെയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി റോബോട്ടിക് ആണ്. ഇത് പിന്നീട് ലൈസൻസ് ഉള്ള ഏക ചികിത്സാ രീതിയായി ഭാവിയിൽ മാറിയേക്കാം. സർജൻ റോബോട്ടും അസിസ്റ്റന്റ് ഒരു ഡോക്ടറുമാണ്. ഒരു ന്യൂറോ സ്പൈനൽ റോബോട്ടിക് സെറ്റിന് 5 ദശലക്ഷം സൗദി റിയാൽ ചിലവ് വരും. ഏത് സാങ്കേതികവിദ്യ വന്നാലും ഒരു ഡിസ്ക് ഓപ്പറേഷൻ 100% സക്സസ് ആകുമോ എന്ന് ചോദിച്ചാൽ ഉത്തരം കണ്ടെത്താൻ വിഷമമാണ്. കാരണം നമ്മുടെ മനുഷ്യനാഡി വ്യൂഹം ഒരു നിഗൂഢതയാണ്. വളരെ കുറച്ച് മാത്രമേ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുള്ളൂ. നമുക്ക് ഇതിനു വേണ്ടി ഏറ്റവും പുതിയ സാങ്കേതിക ഉപകരണങ്ങളും ടെക്നോളജികളും ഉപയോഗിക്കണം. ആർക്കും ഒരു സൂചനയും തരാതെ സങ്കീർണതകൾ ഉണ്ടാക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് വരെ സങ്കീർണതകൾ കണ്ടുപിടിക്കാൻ ഒരു ടെക്നോളജി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി അവൈലബിൾ ആണ്. എന്തുകൊണ്ടെന്നാൽ ഓപ്പറേഷനിടയിൽ ഉണ്ടാകുന്ന സുഷുമ്നാ നാഡികളുടെയും ഏതൊരു പിഴവും ഉടനടി കണ്ടെത്തി പരിഹരിക്കാൻ സാധിക്കുന്ന ടെക്നോളജി ഇപ്പോൾ ലഭ്യമാണ്. ഇതുപോലുള്ള ടെക്നോളജിയുടെ ലഭ്യതയും പിന്തുണയും ഉണ്ടെങ്കിൽ 99%-ലധികം കൃത്യതയും ഫലവും നമ്മുടെ നട്ടെല്ലിന്റെ ഓപ്പറേഷനിൽ ഉറപ്പാക്കാൻ സാധിക്കുന്നു. ഞാൻ മുകളിൽ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഏകദേശം ഒരു ധാരണ ലഭിച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രായോഗികമായ തീരുമാനങ്ങൾ എത്തണമെങ്കിൽ നിങ്ങളുടെ ഇൻഷുറൻസ് കാർഡും അതിൻ്റെ പ്രീമിയം നിലവാരവുമാണ് തീരുമാനിക്കുന്നത്. ഈ വക കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെ ആരോഗ്യബോധമുള്ളവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്കും സഹായകമാണ്. നിങ്ങളുടെ ആവശ്യം നിറവേറ്റാൻ കഴിയുന്ന ഒരു ഇൻഷുറൻസ് കാർഡ് നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ ദയവായി ശരിയായ ആശുപത്രി തിരഞ്ഞെടുക്കുക. അഥവാ നിങ്ങളുടെ ഇൻഷുറൻസ് കാർഡ് സർജറിക്ക് പര്യാപ്തമല്ലെങ്കിൽ, ചിലവ് താങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ, ആശുപത്രിയുടെ നിലവാരത്തിൽ നിങ്ങൾ തൃപ്തരല്ലെങ്കിൽ ദയവായി സ്വന്തം രാജ്യത്തേക്ക് പോയി ഓപ്പറേഷൻ നടത്തുന്നത് പരിഗണിക്കുക. പലരും സ്വന്തം ആരോഗ്യത്തെക്കാൾ പണത്തെ സ്നേഹിക്കുന്നു. ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ ആരോഗ്യത്തെക്കാൾ പണത്തെ സ്നേഹിക്കരുത്. നമ്മൾ എത്രമാത്രം നേരത്തെ ഓപ്പറേഷൻ ചെയ്താൽ ജീവിതത്തിൽ ഒരു അർത്ഥമുണ്ടാകുന്നു. അല്ല എങ്കിൽ ജീവിതകാലം മുഴുവൻ ഒരു വീൽ ചെയറിൽ ദുഃഖിച്ച് കഴിയേണ്ടി വരും. നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ ഒരു സഹായമോ എന്തെങ്കിലും ആവശ്യമോ എന്തെങ്കിലും ഇൻഫർമേഷനോ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നന്ദി.